ഹായ് ശാലിനി. നിന്റെ മകളെ ഇവര് രണ്ടുപേരും കൃത്യസമയത്ത് നിന്റെ വീട്ടിലേക്ക് എത്തിച്ചില്ലേ? ഈ സിഹി ഒരിക്കലും ഞങ്ങളുടെ മകളാകാൻ പോകുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നേ. ഏത് നേരം ആ സീതയെക്കുറിച്ച് മാത്രമാ പറയാനുള്ള. എനിക്കാണെങ്കിൽ ശരിക്കും അടുത്തു. എപ്പോ നോക്കിയാലും സീതമ്മ സീതമ്മ. ഈ സീതമ്മയെ എങ്ങനെ അവളുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ പറ്റുക? അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ വിളിച്ചത്. എന്താ? നിന്റെ മകളെ പെർമനന്റ് ആയിട്ട് സീതയിൽ നിന്നും അകറ്റി നിർത്താൻ ഒരു ഐഡിയ ഉണ്ട് എന്റെ കയ്യിൽ. ഒരേ ഐഡിയ മുമ്പും തന്നിട്ടുണ്ടല്ലോ. പക്ഷെ അത് നടക്കാൻ ഇനി ഒരുപാട് സമയമെടുക്കും. അതതിന്റെ വഴിക്ക് നടക്കട്ടെ. ഇപ്പൊ പറയുന്നത് പുതിയൊരു ഐഡിയ. കേൾക്കണോ നിനക്ക്? എന്താ? ഇപ്പൊ പറയുന്ന ഐഡിയ നീ ചെയ്തു കഴിഞ്ഞാ പിന്നെ ആ രാമനും സീതയും വിസിറ്റേഴ്സ് ലെറ്റർ പിടിച്ച് നിന്റെ വീട്ടിലേക്ക് വരുന്നതും സിഹി അവരുടെ കൂടെ പോകുന്നതും പിന്നീട് ബഹളം ഉണ്ടാവുന്നതും ഇതൊന്നും തന്നെ നടക്കില്ല. എന്താന്ന് പറ. കാര്യം സിമ്പിളാ. സിഹിയെ നിന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് അയക്കാം. ദാറ്റ്സ് ഓൾ. ഇത് എന്ത് ഐഡിയ? അങ്ങനെ ചെയ്ത് അവള് നേരെ നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ലേ? അപ്പൊ സീത സിഹി അകന്ന് നിൽക്കില്ല, ഒരുമിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കും. അവിടെയാണ് അതിന്റെ ക്യാച്ച്. ഇപ്പോ സിഹി സീതയുടെ അടുത്ത് വന്നാ എന്തായിരിക്കും സംഭവിക്കുക? എന്താകും? നിയമം ബ്രേക്ക് ചെയ്ത പോലെ ആവില്ലേ? ഓൾറെഡി സീത സിഹിയെ അവിടെ നിന്ന് കൊണ്ടുവരാൻ നോക്കിയതിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായതാണ്. സീതയുടെ കൂടെ സിഹി ഉള്ളപ്പോ പോലീസ് വന്ന പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? പിന്നെ സീത എങ്ങോട്ട് പോകും? മനസ്സിലായോ? അത് കഴിഞ്ഞ പിന്നെയല്ല നീ വിചാരിക്കും പോലെ നടക്കും. സോ ആദ്യം നീ സിഹിയെ പുറത്തിറക്ക. അവൾ ആദ്യം ഇങ്ങോട്ട് തന്നെയാവും വരിക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണോന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരണ്ടല്ലോ. പക്ഷേ പോലീസുകാരോ ഞങ്ങൾ പറഞ്ഞത് വിശ്വസിച്ചില്ലെങ്കിൽ? ഇത്തവണ നിങ്ങളുടെ ഭാഗത്ത് കുറച്ച് തെളിവ് കാണും. കഴിഞ്ഞ തവണ നിങ്ങളുടെ ഭാഗത്ത് തെളിവുണ്ടായിരുന്നു. അതെല്ലാം കൂട്ടിച്ചേർത്ത് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് പിന്നീട് കംപ്ലൈന്റ് കൊടുക്കാം. യാ, എന്തെങ്കിലും ആവട്ടെ. പക്ഷെ ആ സീത സിഹിയുടെ ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല. ദാറ്റ്സ് ഇറ്റ്. മോളെ പ്ലീസ് ഇച്ചിരി കഴിക്കേ. നോക്ക്, നിനക്ക് രസം ഇഷ്ടമാണെന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി മിക്സ് ചെയ്ത് കൊണ്ടുവന്ന് ഇത് കഴിക്കോ. പ്ലീസ് മോൾ ഇച്ചിരിയെങ്കിലും ഒന്ന് കഴിക്കോ. വേണ്ട. ഓക്കെ, എനിക്ക് വേണ്ടിയും കഴിക്കണ്ട, നിനക്ക് വേണ്ടിയും കഴിക്കണ്ട. പക്ഷെ നിനക്ക് ഡയബറ്റീസ് ഉള്ളതല്ലേ. നീ കഴിച്ചില്ലെങ്കിൽ നിനക്ക് വയ്യാണ്ടാവൂലേ മോളെ? അങ്ങനെയൊന്നും സംഭവിക്കരുതല്ലോ. ശരിയാണല്ലോ. നെക്സ്റ്റ് സാറ്റർഡേ എനിക്ക് എന്റെ സീതമ്മയെ അച്ഛനെ കാണണമെങ്കിൽ എനിക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ലല്ലോ. ഞാൻ കഴിച്ചോളാം. എന്താ വയറ് നിറഞ്ഞു? കുറച്ചുകൂടി കഴിക്കും മോളെ. മതി, വയറ് നിറഞ്ഞു. ഇനി എനിക്ക് ഒന്നും സംഭവിക്കില്ലല്ലോ. ജിജു, അറ്റ്ലീസ്റ്റ് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടല്ലോ. അവളെങ്ങാനും ഓടി തുടങ്ങിയിരുന്നെങ്കിൽ ഒരു ഉരുള കൊടുക്കുമ്പോഴേക്കും നമുക്ക് മടുത്ത് തുടങ്ങിയേനെ. പിന്നെ ജോഗിങ്ങും വേണ്ട, യോഗയും വേണ്ട. എന്റെ മോള് നല്ല കുട്ടിയാ. പാവം, വിശപ്പില്ലെങ്കിലും അവളിത് കഴിച്ചല്ലോ. ബേബി, ഇന്ന് മുഴുവൻ പുറത്ത് കറങ്ങിയതിന്റെ ക്ഷീണം കാണും. കിടന്നോ. വാശാലു. ചാന്ദിനി, ഇങ്ങനെ റൂമൊക്കെ ലോക്ക് ചെയ്ത് അവളെ അതിനകത്തിട്ട് വളർത്തുന്നതില് ഒരു കാര്യമില്ലെന്നാ തോന്നുന്നേ. ഡോറ് തുറന്നിട്ടേക്ക്.
ഷാലു, are you sure? യാ, നോക്ക്, നീ ഞങ്ങളുടെ മകളാ, ഞങ്ങളുടെ കൂടെ ഈ വീട്ടിൽ തന്നെ നിൽക്കൂന്നുള്ള വിശ്വാസം കൊണ്ടാ ഡോറ് തുറന്നിടാൻ പോകുന്നത്. എന്ന് വെച്ച് ഞങ്ങൾ ഉറങ്ങിയതിന് ശേഷം ഇവിടുന്ന് എഴുന്നേറ്റ് സീതയുടെ വീട്ടിലേക്ക് പോവണ്ട. ആ വീട് വളരെ അടുത്ത് തന്നെയാണ്. ഒറ്റയ്ക്ക് നിനക്ക് അങ്ങോട്ട് പോവാനറിയാം, അവിടേക്കുള്ള വഴി അറിയാന്ന് കരുതി നീ പോകാൻ പാടില്ല. കേട്ടല്ലോ? രാത്രി ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ നിനക്ക് പേടി തോന്നരുതെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ ഡോറ് തുറന്നിടുന്നേ. നീ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഷാലു, നീ ഇപ്പൊ എല്ലാ ഐഡിയയും പറഞ്ഞു കൊടുത്തിട്ട് ഈ ഡോർ ഓപ്പൺ ചെയ്ത് വെച്ചാ അവള് മെയിൻ ഡോർ തുറന്നിട്ട് സീതയുടെ അടുത്തേക്ക് പോകുന്ന ഉറപ്പാ. എന്തിനാ ഇത് ചെയ്ത്? അവൾ എങ്ങോട്ട് പോവില്ല ചാന്ദിനി. എന്റെ മകളെ ഇങ്ങനെ അടച്ചു പൂട്ടിയിട്ട് വളർത്താൻ എനിക്ക് ഒരു താല്പര്യം തോന്നില്ല. അതുകൊണ്ടാ ഞാൻ ഡോർ അടയ്ക്കാതിരിക്കുന്നേ. ബട്ട് ഷാലു, ഞാൻ എന്ത് ചെയ്താലും അത് ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. ഈ ചെയ്യുന്നതിപ്പോ എന്തിനാ? Wow, Shalu. It's ഡോർ ഓപ്പൺ ആണല്ലോ. അപ്പോ എനിക്ക് എന്റെ വീട്ടിലേക്ക് പോവാൻ പറ്റും. സീതമ്മ അച്ഛനെ എനിക്ക് കാണാൻ പറ്റും. ഞാൻ അങ്ങോട്ട് പോവാ. എനിക്കിനി ഇവിടെ നിൽക്കണ്ട. അങ്കിളും ആന്റി ഉറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഷാലു, പ്ലാനൊക്കെ കേൾക്കാൻ രസമുണ്ട്. പക്ഷെ ലോക്ക് ചെയ്ത് വെച്ച എന്തിനാ? അവൾക്കത് തുറക്കാൻ കഴിയില്ല. അവള് പോയില്ല. പ്ലാൻ എല്ലാം ഫ്ലോപ്പായി. അയ്യോ, ഞാനല്ല, നിന്റെ ജീജു അത് ചെയ്തു വെച്ചേ.
എനിക്ക് സുഖമല്ല. എനിക്ക് ഡോക്ടറുകളുടെ വീട് ഇഷ്ടമായതേ ഇല്ല. എനിക്ക് എന്റെ വീടാ ഇഷ്ടം. മോളെ, നീ ഇങ്ങോട്ട് എങ്ങനെയാ വന്നേ? ഒറ്റയ്ക്കാണോ? സീതമ്മ എന്റെ അച്ഛനെ കാണാൻ വന്നതാ. ശ്യാം ഇവളെ പറഞ്ഞയച്ചതാണോ? അതോ ഇവൾ അവിടെ ആരോടും പറയാതെ ഇങ്ങോട്ട് വന്നതായിരിക്കോ? ഈ നേരത്തോ? സീതമ്മ, നിങ്ങൾ അങ്ങോട്ട് വരണ്ട, ഞാൻ ഇങ്ങോട്ട് വന്നല്ലോ. സിഹി, 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 സീതമ്മ, എങ്ങനെയാ വന്നേ? ഒറ്റയ്ക്ക് വന്നതാണോ? സീതമ്മ ഒറ്റയ്ക്കാ വന്നേ. എന്ന് വെച്ചാ നീ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ആ വീട്ടിൽ ആരും തന്നെ അറിഞ്ഞില്ലെന്നാ? ഇല്ല അച്ഛാ, എല്ലാരും ഉറങ്ങിയായിരുന്നു. ഞാൻ അവിടുന്ന് ഓടി വന്നതാ. എനിക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടമല്ല അച്ഛാ. ഞാൻ എന്തിനാ അവരുടെ വീട്ടിൽ നിൽക്കുന്നേ? എനിക്ക് നിങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ കഴിയില്ലേ? എനിക്ക് ചാന്ദിനി ചേച്ചിയെയും ശാലിനി ആന്റിയെയും ശ്യാമങ്കിളിനെയും ആരെയും വേണ്ട. അവരെന്നെ കോർട്ടിലേക്ക് കൊണ്ടുപോയി അവരുടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി ചെയ്യൂ അത്രേ. അപ്പൊ ഞാൻ ലോയറിന്റെ അടുത്ത് പോയി, നീയും എന്റെ സീതമ്മയാണ് എന്റെ അച്ഛനും അമ്മ ആവണ്ടേന്ന് പറയട്ടെ. അപ്പൊ അവര് സമ്മതിക്കുവോ? അതൊന്നും ആലോചിച്ച് മോള് വിഷമിക്കണ്ട. ഫോർ എവർ നിന്നെ ഞങ്ങൾ ഞങ്ങളോട് തന്നെ നിർത്തും. അതിനിവിടുത്തെ കോർട്ടും സമ്മതിക്കും. ഞാൻ അവിടെ നിൽക്കുമ്പോ ശാലിനി ആന്റി എന്നെ ചീത്ത പറയും, നിങ്ങളെയും ചീത്ത പറയും സീതമ്മ. ഞാൻ അവിടെ ഐ മിസ് യു സീതമ്മ എന്ന് ഡ്രോയിങ് ചെയ്തിരുന്നു. അതവര് കണ്ടപ്പോ ഇനി ഒരിക്കലും സീതമ്മയെ കാണാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞു. ആ ഡ്രോയിങ് അവര് കീറിക്കളഞ്ഞു. നീ എന്താ ഈ പറയുന്നേ? സീതമ്മ, അൺഹെൽത്തി ഫുഡ് കഴിക്കുവോ, വലിയ വായിൽ സംസാരിക്കുവാണോ, അങ്ങനെ പറഞ്ഞ് വഴക്ക് പറയും. എനിക്ക് ഇഷ്ടമല്ലാത്തത് തന്ന് തിന്നെ തിന്നെ തിന്നെന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യും സീതമ്മ. ഞാൻ ആ വീട്ടിലേക്ക് പോവില്ല സീതമ്മ. മനുഷ്യരാണോ അവര്? ഇത്ര ചെറിയ പ്രായത്തിൽ ഇവൾ എന്തിനാ അതൊക്കെ ഫോഴ്സ് ചെയ്യുന്നവര്? അവള് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന അർത്ഥം. പാവം എന്റെ മോൾ എന്ത് ചെയ്തിട്ടാ? എന്റെ മകളെ അവളെ ടോർച്ചർ ചെയ്യുന്നുണ്ടോ? ഞാനത് വെറുതെ വിടാൻ പോകുന്നില്ല. റാം, നിങ്ങൾക്ക് എത്ര ദേഷ്യം വരുന്നുണ്ടോ അതിലും കൂടുതൽ ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. പക്ഷെ നമ്മൾ ദേഷ്യത്തിൽ എന്ത് ഡിസിഷൻ എടുത്താലും അത് ഫേസ് ചെയ്യേണ്ടത് നമ്മുടെ സിഹിയാവില്ലേ? പ്ലീസ് ഒന്ന് ക്ഷമിക്ക്. സീതമ്മ, ഞാൻ അങ്ങോട്ട് പോവില്ല. ഞാൻ നിങ്ങളുടെ കൂടെ നിന്നോട്ടെ. എന്നെ ഇനി ആരും അങ്ങോട്ട് കൊണ്ടുപോവില്ലല്ലോ സീതമ്മ. ഇല്ല മോളെ, നിന്നെ ഇവിടുന്ന് ആരും കൊണ്ടുപോവില്ല. ഐ ലവ് യു സീതമ്മ. ഐ ലവ് യു ടു മോളെ. സ്വന്തം കുഞ്ഞിന് വേദനിച്ചു കഴിഞ്ഞാ
പറയാൻ സാധിച്ചില്ലെങ്കിൽ നിനക്കത് മനസ്സിലാക്കാൻ പറ്റി. അമ്മ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രേറ്റ് ആണെന്ന് ഇപ്പൊ മനസ്സിലായി. ഹാറ്റ്സ് ഓഫ്. സ്ഥലത്ത് നോക്കി, അവൾ എവിടെയും കാണുന്നില്ല. എനിക്ക് ശരിക്കും നല്ല പേടിയാവുന്നു. എന്തു പറ്റി ശാലിനി? ശ്യാം, സിയെ വീട്ടിലൊന്നും കാണുന്നില്ല. വാട്ട്? അതെ ശ്യാം, വേഗം പോലീസിനെ വിളിക്കേ. അല്ല, സിഹി വീട്ടിലില്ലെന്ന് പറഞ്ഞ എന്താ അർത്ഥം? നിങ്ങൾ രണ്ടുപേരും ശരിക്കും നോക്കിയോ? ജിജു, ഇത്രയും നേരം ഞങ്ങൾ എല്ലായിടത്തും നോക്കുമായിരുന്നു. ബട്ട് സിഹി ഇവിടെ എവിടെയില്ല. അല്ല, സിഹി ഒറ്റയ്ക്ക് ഇത് എങ്ങോട്ട് പോവാനാ? അവള് പോയതാവില്ല ശ്യാം. ഇതെല്ലാം ആ സീതയുടെ തന്നെ പണിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നേ. അവള് വന്ന് കൂട്ടിക്കൊണ്ട് പോയി കാണും. അതുകൊണ്ടാ പറയുന്നേ എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിച്ചു പറയാൻ. ഇത് പോലീസുകാരൊന്നും വിശ്വസിക്കൂല. വിശ്വസിക്കില്ലെന്ന് പറഞ്ഞ നമ്മുടെ മകളെ വീട്ടിൽ കാണുന്നില്ലെന്നുള്ള കാര്യം സത്യമല്ലേ? പോലീസുകാർ വന്ന് ആദ്യം റാമിന്റെ വീട്ടിൽ പോയി അന്വേഷിക്കണം ശ്യാം. ആൻഡ് അന്വേഷിക്കും. നോക്ക് ശ്യാം, എനിക്ക് ഉറപ്പുണ്ട് അവര് തന്നെയായിരിക്കും സിഹിയെ കൊണ്ടുപോയിരിക്കുന്നത്. എനിക്ക് ഒരു സംശയമില്ല. ഓൾറെഡി അവര് ഇത് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് നമ്മൾ അവരെ പിടിച്ചതല്ലായിരുന്നോ? നമ്മളൊരു കംപ്ലൈന്റ് കൊടുത്താ പിന്നെ പോലീസിന് ആക്ഷൻ എടുത്തേ പറ്റൂ. വിളിക്കാൻ പറഞ്ഞില്ലേ? ജിജു, എന്തിനാ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നേ? റാം എങ്ങാനും സിഹിയും കൂട്ടി മലേഷ്യക്ക് പോയാ പിന്നെ നീ എന്ത് ചെയ്യും? നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് നഷ്ടപ്പെടും. അതെ ശ്യാം, അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ അവര് മടിക്കില്ല. വേഗം ഒന്ന് കോൾ ചെയ്യാ, താമസിപ്പിക്കല്ലേ. ഹലോ ഇൻസ്പെക്ടർ. എന്നുവെച്ചാ നിങ്ങൾ എന്നെ ശ്യാമങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുവാണോ? നിന്നെ ശ്യാമങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. ഇത് നിന്റെ വീടാ. നിനക്ക് ഇങ്ങോട്ട് എപ്പോൾ വേണമെങ്കിലും വരാം, എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാം, ലൈഫ് ലോങ് ഇവിടെ നിൽക്കാം. നമ്മൾക്ക് ആർക്കും ഇപ്പോൾ അത് തെറ്റായിട്ട് തോന്നില്ല. പക്ഷെ നിയമത്തിന്റെ കണ്ണില് ഇത് തെറ്റാ മോളെ. നിയമം എപ്പോഴും ന്യായത്തിന്റെ കൂടെയാണെന്ന് നീ പറയാറില്ലേ സീതമ്മ? അപ്പൊ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? മോളെ, കോടതിയിൽ നമുക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും പറയാം. ശരി ഏതാ തെറ്റേതാണെന്ന് കോടതി ഡിസൈഡ് ചെയ്യട്ടെ. നീ ഇപ്പൊ ശ്യാമങ്ങളുടെ വീട്ടിലേക്ക് പോകണം. പ്ലീസ്, വിഷമം തോന്നരുതേ. എനിക്ക് ശരിക്കും കരച്ചിൽ വരുന്നുണ്ട് സീതമ്മ. പ്ലീസ് മോളെ, കരയില്ലേ നീ. സീക്കുട്ടാ, ഡോൺ വരി ചക്കരെ. നിനക്ക് ആ വീട്ടിൽ നിൽക്കാൻ എന്തുമാത്രം പ്രയാസമുണ്ടെന്ന് കോടതി നമുക്ക് പറയാലോ. അങ്ങനെയാണെങ്കിൽ 100% നിനക്ക് ഈ വീട്ടിൽ ഞങ്ങളോട് തന്നെ നിൽക്കാൻ പറ്റും. മിടുക്കി എന്റെ മോള്. സീക്കുട്ടാ, പോയാലോ? ഓക്കെ. ഐ ലവ് യു ചക്കരെ. ഐ ലവ് യു ടു അച്ഛാ. ഐ മിസ് യു ചക്കരെ. വാ
വാ സീതമ്മ പോവാ.